ഹലോ. നേരം വൈകിട്ട് എണീച്ചത്. നല്ല വയ്യായ്മ ഉണ്ടായിരുന്നു രാത്രി കുറേ സമയം ഉറങ്ങിയില്ല. രാവിലെ ആവാൻ നേരത്താണ് ഒന്നും ഉറങ്ങിയത് കേട്ടോ. തീരെ ഉറങ്ങാൻ പറ്റിയില്ല. ചെറുതായിട്ട് വേദനകളൊക്കെ ഉണ്ട്. അപ്പം ഉറക്കമിപ്പോൾ വളരെ കുറവാണ്. പകൽ പിന്നെയും കിടന്നുറങ്ങും, രാത്രി തീരെ ഉറക്കില്ല. അപ്പോൾ 6:45 കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പം. പിന്നെ മഴ പെയ്യുന്ന രാവിലെ മെസ്സേജൊക്കെ കണ്ടിരിക്കണം, പെയ്യുമെന്ന് റബ്ബിനറിയാം. ആരെ വരുന്നേ? ആരാണ്? വാ ഉള്ളു. വിടുവാ. ആരെ കടീനെ? വിടുവാ. കം വാ. ഞങ്ങൾ രാവിലെ എണീച്ചപ്പോൾ എണീച്ചില്ല. നല്ല ഇണങ്ങി കേട്ടോ. പച്ചണേ കുറുക്കുറു പറയുന്നുണ്ടോ? കുറുകുറു പറയുന്നുണ്ടോ? ചെല്ലതാ വിളിക്കണ. രാവിലെ എണീച്ചാൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ടുട്ടൂൻ്റെ മീനാണ്. വാങ്ങുമ്പോൾ വലിയ സംഭവമായി വാങ്ങും. പിന്നെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും വെള്ളം മാറ്റലൊക്കെ പിന്നെ നമ്മളായിക്കോട്ടോ. 4 മീനുണ്ട്. രാവിലെ തന്നെ മേലെ വന്ന് നിൽക്കും. വിശക്കുമ്പോൾ മേലെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്കറിയാം വിശക്കുണ്ട്. ആദ്യമൊക്കെ 2 നേരമേനും ഫുഡ് കൊടുക്കുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ 3 നേരം കൊടുക്കലുണ്ട്. ഇതിൽ ആദ്യം മീൻ വാങ്ങിയിട്ടപ്പോൾ വേഗം ചത്തുപോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ പോയി അവരോട് ചോദിച്ചിങ്ങനെ പെട്ടെന്ന് മീൻ ചത്തുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെള്ളത്തിൻ്റെ കട്ടി കൊണ്ടാണ്. നിങ്ങൾ മീൻ ഇടുന്നതിൻ്റെ മുമ്പ് കുറച്ച് കല്ലുപ്പിടാൻ പറഞ്ഞു. 2 മണി കല്ലുപ്പ്. ആ കല്ലുപ്പ് ഇട്ടതിൻ്റെ ശേഷം ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമുക്ക് പുറത്തൊരു കുളമുണ്ട്, ചെറിയൊരു കുളം. വീടിൻ്റെ സൈഡിലൂടെ ഇറങ്ങിയിട്ട് പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഗപ്പീസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഗപ്പീസും സാധാ ഗപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും രാവിലെ ഫുഡ് കൊടുക്കണം. നല്ല ഭംഗിയുള്ള ഗപ്പീസ് ഉണ്ട്. വാലുമ്മൽ ഒരു നീല കളറ്, ഓറഞ്ച് കളറ്, റെഡ് കളറ്, പിന്നെ സാദാ വലിയ കളറില്ലാത്ത സൈസൊക്കെ ഉണ്ട്. ഇത് കമ്പടുണ്ട്, മോൻ്റെതാണ്. എനിക്ക് മീനിൻ്റെ ഭയങ്കര ക്രേസാണ്. മീൻ, പ്രാവ്, അത് ഇത് അങ്ങനെ പക്ഷി, എനിക്കങ്ങനെ പെറ്റ്സിനോട് ഭയങ്കര കമ്പാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുത്തു. നല്ലൊരു കാലാവസ്ഥ ഉണ്ട്. പിന്നെ വെയിലൊക്കെ അരക്കുന്നുണ്ട്. മഴ ഉണ്ടെന്ന് രാവിലെ മെസ്സേജൊക്കെ വന്നു, പക്ഷെ മഴ പെയ്തൊന്നുമില്ല. പിന്നെ പ്രാവിനെ തിന്നാൻ കൊടുക്കണം രാവിലെ. പ്രാവിന് പിന്നെ ഉമ്മച്ചി കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ജനാലിൻ്റെ ബാക്കിലാണ്, അടുക്കളേൻ്റെ പുറകുവശത്താണ്. അപ്പോൾ ഉമ്മച്ചി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോയിട്ടില്ല. നമുക്ക് ജനലിൻ്റെ ചില്ലിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ്. ഒരു കുറുക്കലും അടികൂടലും ഒക്കെ, ഭയങ്കര തല്ലുകൂടലാണ്. ഒരാൾ ഭയങ്കര വില്ലനാണ്. അപ്പം ഇന്ന് വെള്ളപ്പാണ്. അപ്പോൾ രാവിലെ വേഗം 2 ഉണ്ടാക്കിയിട്ട് കഴിക്കാട്ടോ. രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പാണ്. കറി ഉണ്ടാക്കാൻ കടലക്കറി ഉണ്ട്, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉറങ്ങാത്തതുകൊണ്ട് വയറിന് ഭയങ്കര കാളലാണ് രാവിലെ. അപ്പം 2 വേണ്ടാക്കി കഴിക്കുകയാണ്. ഒന്നുറങ്ങി എണീക്കുമ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ. ഉമ്മച്ചും കൂടെ എല്ലാം ചെയ്തിരിക്കണം. നല്ല ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലെ തന്നെ നല്ല വേദന ഉണ്ട്. ചായ കുടിക്കാൻ പോവുകയാണ്. കടലക്കറിയും വെള്ളയപ്പവും ആണോ ഗൈസ്? കുളിയൊക്കെ കഴിഞ്ഞ് അതാ ഒരു ഉള്ളി വെള്ളം കുടിക്കട്ടെ. ചെറിയ ഉള്ളിയും കൊണ്ട് വെള്ളം കഴിക്കുക, നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടമാണ്. ഉച്ചക്ക് ചോറിന് ചക്കക്കുരും
മുരിങ്ങൻ്റെ ഇലയും കൂടെ പരിപ്പും കൂടെ കറി വെച്ചത്, ഇന്നലത്തെ ഇടിച്ചക്ക ഉപ്പേരി, മുരിങ്ങൻ്റെ ഇല ഉപ്പേരി വെച്ചത്, നമ്മുടെ സ്വന്തം മത്തി പൊരിച്ചത്, കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഒരു മാങ്ങ. അടിപൊളി. മക്കൾസ് കുളിക്കണ ഒച്ചപ്പാടാണ്. കുറേ നേരമായി കാത്തുക്കണം. 2 മണിയായി, വരുന്നില്ല. ചായയും ഉള്ളിവടയും. ഉള്ളിവട അവർ സോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ടൂട്ടു ജ്യൂസ് ഗ്ലാസ്സിലാണ് ചായ കുടിക്കുന്നത്. ജ്യൂസ് ഗ്ലാസ് അല്ലത്. അതല്ല ഗൈസ്, ഒരു ദിവസം വെച്ചിട്ട് 2ാമത്തെ പ്രാവശ്യം കുടിക്കുന്നത് ഗൈസ്. ഞങ്ങൾ ഒരു ദിവസം